ശരിക്കും പറഞ്ഞാ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒത്തിരി സ്നേഹത്തോടെ ചെയ്തിട്ടല്ലേ കൊച്ചു ത്രേസ്യ വിശുദ്ധിയായേ. ചെറിയ കാര്യങ്ങൾ ചെയ്താ പോരെ, അപ്പൊ നമുക്കും വിശുദ്ധരാകാൻ പറ്റുമല്ലോ. ശരിയാ, ഈ മാസം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. അതിന് നീ രാവിലെ എഴുന്നേക്കോടാ. നീ പോടാ. നീ പള്ളിയിൽ പോയാൽ ഞാനും പോവും. വിശുദ്ധ കുർബാന, സുഹൃത ജപം, ആശയടക്കം. ഈ ആശയടക്കം എന്ന് വെച്ചെന്താ? നമുക്ക് ചാച്ചനോട് ചോദിക്കാം. ചാച്ചോയ്, ഓയ്, മിസ്ലിഗിന്റെ മാനുവൽ ബുക്കിലില്ലേ ആശയടക്കം തന്നല്ലോ എന്ന് വെച്ചാ എന്താ? അത് മക്കൾ അറിഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യമാണ്. ചില കാര്യങ്ങൾ മക്കള് ഇപ്പൊ തന്നെ വേണമെന്ന് തോന്നില്ലേ? ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മക്കൾക്ക് തിന്നണം തോന്നില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഈശോയുടെ സ്നേഹത്തെ പ്രതി അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ അത് ആശയടക്കമായി. അതാണോ? ഇച്ചിരി റിസ്ക് ആയി അച്ഛാ, എന്നാലും ഞങ്ങള് ഹലോ, ആ ആ അതെയോ, ശരി ശരി. മക്കളെ, നമ്മുടെ ഇവിടെ വീണ്ടും കണ്ടെയ്ൻമെന്റ് സോണായി. എല്ലാം പോയി. ഇതൊക്കെ മാറും പിള്ളേരെ. ഇതെന്നാ പറ്റി എല്ലാവർക്കും? എന്റെ അപ്പായി, എന്തൊരു കഷ്ടായത്. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നെന്ന് അറിയോ? എല്ലാ ദിവസവും പള്ളി പോവാന്ന് വിചാരിച്ചു. പറ്റിയേ? ഞങ്ങള് പോകുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അവർക്ക് കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമം. ഞങ്ങളെല്ലാം സെറ്റ് ആക്കിയതായിരുന്നു. അപ്പായും അമ്മയും ഒന്ന് മേളിലേക്ക് നോക്കിയേ. അമ്മയുടെ മുത്തുമണികൾ കൊള്ളാലോ. സാരമില്ലെന്നേ, ഈ വർഷത്തെ മിഷമാസം നമുക്ക് വീട്ടിലിരുന്ന് ആഘോഷിക്കാം. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ചാച്ചനും അപ്പയും അമ്മയൊന്നും മിസ്ലിഗിലില്ലല്ലോ, പിന്നെ എങ്ങനെയാ ആഘോഷിക്കുന്നേ? അപ്പൊ നീലടി കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് സമ്മാനം മേടിച്ചേ. അല്ല, കുഞ്ഞേട്ടന്റെ അവസാന ശ്വാസം വരെ മിഷലീഗ് അല്ലായിരുന്നോ? അപ്പൊ ഞങ്ങളൊക്കെ മിഷലീഗ് തന്നെയല്ലേ? പോട്ടെ, സാരില്ലെന്നേ. നമുക്ക് മാനുവൽ ബുക്കില് അവരുടെ പേരോട് കൂട്ടിച്ചേർക്കാം. അത് ഐഡിയ. അങ്ങനെയാണെങ്കിൽ ചാച്ചന്റെ നമ്പർ 1, അപ്പായി 2, മമ്മ 3, ഞാൻ 4, നീ 5, ടുട്ടു 6, അപ്പു 7. അകത്ത് വേറെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ പിള്ളേരെ, അതെന്നാ? ചാച്ചാ, അത് സർപ്രൈസ്. നാളെ പറയുള്ളൂ അല്ലേടാ? യെസ്. ജയ് ജയ് മിഷേലി, ജയ് ജയ് മിഷേലി, ജയ് ജയ് മിഷേലി, ജയ് ജയ് മിഷേലി. സ്നേഹം, ത്യാഗം, സേവ, സഹനം. സ്നേഹം, ത്യാഗം, സേവ, സഹനം. മിഷേലിംഗിൻ മുദ്രാവാക്യം. മിഷേലിംഗിൻ മുദ്രാവാക്യം. ജയ് ജയ് മിഷേലി, ജയ് ജയ് മിഷേലി. ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളെ, ആശപൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ, ചെമ്മഞ്ഞ കൊടി പിടിക്കും കൈകൾ. കുഞ്ഞാവേ, നിനക്ക് എന്നടാ പറ്റിയേ? ഞാൻ ഇന്നലെ കൊച്ചു തുളസിന്റെ ഫോട്ടോ മേടിച്ചു തരാൻ പറഞ്ഞിട്ട് അപ്പ മേടിച്ചെന്നല്ലോ. ഞാൻ മിണ്ടൂല. എടാ, അപ്പായി ഇന്നലെ ഇത് മേടിച്ചിട്ട് വന്നിട്ട് മേലെ സെൽഫി വെച്ചിട്ടുണ്ട്. ആണോ? ആ. വിശുദ്ധി എന്താണെന്ന് കൊച്ചുദേശി ആദ്യം പഠിച്ചത് അവളുടെ മാതാപിതാക്കളെ കണ്ടിട്ടായിരിക്കില്ലേ? അപ്പായി, നമുക്കിത് കിട്ടിയാലോ? ആ. സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ, മുന്നേറുവിൻ, മുന്നേറുവിൻ. എടാ, നിങ്ങളുടെ സർപ്രൈസ്. സർപ്രൈസ് ഇപ്പൊ കാട്ടിത്തരാം. എല്ലാവരും വാ.
ഇത് എവിടെ നിന്നാണ് പൈസ? എന്റെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ? അതില്ലേ, അപ്പ ഇന്നലെ ഞങ്ങക്ക് ഐസ്ക്രീം മേടിക്കാൻ തന്ന പൈസ ഇല്ലേ, അത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചതാ. ആത്മീയതയുടെ ആഘോഷങ്ങളിലേക്ക് മിഴി തുറന്ന് ഈ ഒക്ടോബറിനെ നമുക്ക് വിശുദ്ധമാക്കാം. കുടുംബത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ഉയരണം നമ്മുടെ പ്രേക്ഷിത തീഷ്ണത, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ.